എവ്രിവൺ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ച് നിർത്തിയതായിരുന്നു. അവിടെ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പ്ലെയിനിൽ കയറണം. എന്നിട്ട് നേരെ ഫസ്റ്റ് മുംബൈയിലാണ് ഗുജറാത്താണ്. പക്ഷെ എനിക്കിപ്പോഴും അറിഞ്ഞൂടല്ലോ. എനിക്ക് മനസ്സിലായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നേരെ ഗോവയിലേക്ക് പോകും. ഗോവയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരെ ഗുജറാത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബാഗൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ബോർഡിംഗ് പാസും കിട്ടി. പിന്നെ നമ്മൾ നമ്മുടെ ഗേറ്റ് തപ്പി പോകണം. പിന്നെ ഫ്ലൈറ്റ് കയറാം. ഫ്ലൈറ്റ് എനിക്ക് ഒന്ന് 6:05 ഒരു 5 മണിയെങ്കിലും ആവും മിക്കവാറും. അപ്പോൾ അതുവരെ കാത്തു നിൽക്കണം. നമുക്ക് നേരെ ഗേറ്റ് തപ്പാം. ശരി, ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ ഗേറ്റ് നമ്പർ 3-ലാണ്. നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പ്ലെയിനിലേക്ക് പോവാണ്. പ്രഷർ നേരെ പ്ലെയിനിൽ കയറാം. നമ്മുടെ പോൾസൻ ചേട്ടനും ബാസി ചേട്ടനും നമ്മുടെ കൂടെ. ഹലോ പറയാനുണ്ടോ? തിരക്കാ. ഫ്രണ്ട്സ്, നമ്മൾ പോയെത്തിയിരിക്കുകയാണ്. ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ളത്, നിങ്ങൾ വിചാരിക്കണ്ടാവും ഗോവയിൽ ഞങ്ങൾ ഇപ്പം തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് നിൽക്കാനുള്ളത് 7 മണിക്കൂർ. ഇവിടുന്ന് പിന്നുള്ള ഞങ്ങൾക്ക് ഗുജറാത്തിലേക്കുള്ള ഫ്ലൈറ്റാണ് 1:30. 7 മണിക്കൂർ എയർപോർട്ടിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളിനി എയർപോർട്ടിലേക്ക് പോകണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ചെയ്യും എയർപോർട്ടിലേക്ക് പോകുന്ന പറഞ്ഞാൽ. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ടാക്സി ഡ്രൈവറിനെ കണ്ട് ഞങ്ങൾ അയാളോട് ചോദിച്ചു എവിടെയാണ് വല്ല റൂമും കിട്ടുക. അത്രയും വലിയ പൈസയ്ക്കൊന്നും വേണ്ട. എന്തിനാ വലിയ പൈസ, കുറച്ച് നേരത്തേക്കല്ലേ. അപ്പോൾ മുമ്പ് പറഞ്ഞ് കാണിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് പുലർച്ചെ 6-7 മണിയാകുമ്പോൾ ഇവിടെ നിന്നിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 11:30 ആവാറായി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകും. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിട്ടെന്ന് മാമൻ പറഞ്ഞു. മാമൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ കൂട്ടാൻ വന്നോളും. അപ്പം വിളിച്ചിട്ടുണ്ട്. എത്താറായെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, നമ്മുടെ എയർപോർട്ടിൽ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഇതുണ്ടായിരുന്നു, ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ തിരക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് കയറാൻ പോകും. എനിക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ സമയത്ത് വീഡിയോ എടുക്കാനാവില്ല. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗേറ്റ് തപ്പിപ്പോവാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ആരുമില്ല. അച്ഛനും അവരൊക്കെ അവിടെ ഇരിക്കുക. ഞാൻ മാത്രം വേറെ സ്ഥലത്ത്. ഗുജറാത്ത് സൂറത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബാഗൊക്കെ വരുന്നത് നമ്പർ 3-ലാണ്. അപ്പോൾ നമുക്ക് നമ്പർ 3-ൽ ചെന്ന് നമ്മുടെ ബാഗ് എടുക്കാം. നമ്മുടെ ബാഗ് കിട്ടി ഗൈസ്. നമുക്ക് പുറത്തു പോകാൻ സമയമായി. നമ്മൾ എയർപോർട്ടിന് പുറത്തെത്തി. നോക്കിക്കേ, ഇനിയും കുറേ ഇനിയും ഇതാണ് നമ്മൾ സൂറത്ത് എയർപോർട്ടിലാണ്. പുറത്തേക്ക് നോക്കിയാൽ ഫുള്ള് പച്ചപ്പാണ്. ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മളെ കൂട്ടാൻ ഈ മാമനാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഫുഡ് കഴിക്കണം, ഹോട്ടലിൽ പോകണം, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം. നാളെയാണെന്ന് തോന്നുന്നു പ്രോഗ്രാം ഉള്ളത്. നമ്മളിവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇതവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ എന്താ പറയുക കാണുന്ന പ്രേക്ഷകരെ ഞങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. പ്രേക്ഷകരെ, ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്.
ബൈ ദ ബൈ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നാളെയാണ് എൻ്റെ പരിപാടി എന്ന്. പക്ഷെ അല്ല, ഇന്നാണ് നമ്മുടെ പരിപാടി. നാളെ ഞങ്ങളെ മുംബൈയിലേക്ക് പോവാണ്, പൻവേലിലേക്ക്. ഭയങ്കര തിരക്കേക്കും. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാനോ അല്ല വേണ്ട, നമുക്കിനിയും കണ്ടിന്യൂ ചെയ്യാം. ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. നമുക്ക് നേരെ സ്റ്റേജിൻ്റെ അവിടെ ചെല്ലാം. നമ്മൾ നമ്മളുടെ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റേജിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നു പോകുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിന് കയറി. കുറച്ചും കൂടെ പഴയൊരു പാട്ടാട്ടോ സ്റ്റേജിലോട്ട് വരാൻ പോകുന്നത്. കൃത്യം സമയം 10 മണിയുണ്ട്. ഒരു അരമണിക്കൂർ നമ്മുടെ പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ മണിച്ചേട്ടന്റെ ചെയിൻ എടുത്തോണ്ടാണ്. ഞാനും കൂടെ ചെല്ലട്ടെ. ബൈ ബൈ. നമ്മുടെ പരിപാടി കഴിഞ്ഞ് എല്ലാം കാലിയായി. ഇപ്പൊ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുകയാണ്. നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞ്. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്കിനി നേരെ റൂമിൽ ചെല്ലണം. എനിക്കെന്നാ ഇവിടെ തന്നെ ഫുഡ് ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ശേഖരേ, നിങ്ങൾക്ക് ഞാൻ കാലിയായി സ്റ്റേജ് കാണിച്ചു തരട്ടെ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കൊരു കാലിയായ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇപ്പം എന്ത് കാലിയായ സ്റ്റേജാണ് നോക്കിക്കേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. അച്ഛൻ എന്താണ് ഫുഡിനെ പറ്റി പറയണത്? നല്ല ഫുഡല്ലായിരുന്നോ? അല്ല, നമുക്കിനി നേരെ റൂമിൽ പോകണം, എന്നിട്ട് കിടന്നുറങ്ങണം. നാളെ രാവിലെ അല്ല, നാളെ പുലർച്ചെ നമ്മുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ മൈൻഡ് അപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. ഇവിടെ വെച്ചിട്ടില്ല, നമുക്ക് ആദ്യം റൂമിൽ ചെല്ലാം, എന്നിട്ട് നിർത്താം. നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, ഓട്ടോമാറ്റിക്കലി TV ഓണായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നാളെ എനിക്ക് പുലർച്ചെ 4 മണിക്ക് എണീക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.